ചില അപൂർവ നിമിഷങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന മനുഷ്യ സ്നേഹികളുണ്ട്. വടിവാളിന്റെ മുമ്പിൽ നിന്നും കൊലപാതകിയുടെ മുമ്പിൽ നിന്നും ഒരു കൊച്ചു കുഞ്ഞിനെ രക്ഷിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനെ ഇന്ന് TV വാർത്തയിലൂടെ കണ്ടു. വളരെ സാഹസികമായ ഒരു പക്ഷേ ആയുധവുമായി മുകളിൽ നിൽക്കുന്ന വ്യക്തി ഈ മനുഷ്യനെ തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് എറിഞ്ഞ് തള്ളിയിടാം. എന്തു വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ പോലും ഒരു കൊച്ചു പൈതൽ, ഒരു പെൺകുട്ടിയാണ്, ഒരു 5 വയസ്സ് 6 വയസ്സ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. ആ പെൺകുട്ടിയെ കൊല്ലാനാണ് ഈ കൊലയാളി നിൽക്കുന്നത്. ആ കൊലക്കത്തിക്ക് മുമ്പിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ മകളല്ല കേട്ടോ, ഇദ്ദേഹത്തിന്റെ ബന്ധുവല്ല, എന്നാൽ പോലും ജീവൻ കൊടുത്ത കുഞ്ഞിനെ രക്ഷിച്ച മനുഷ്യനുണ്ടല്ലോ. നമ്മളെ 2-3 ദിവസമായി നിരന്തരം കാണുന്ന ഒരു വാർത്തയുണ്ട്. മാനന്തവാടിയിൽ നിന്ന് കാണാതായ ഒരു കുഞ്ഞിനെ സംബന്ധിക്കുന്ന വാർത്ത. ആ മാനന്തവാടിയിൽ നിന്ന് കാണാതായ ആ കുഞ്ഞിനെയാണ് ഈ വലിയ മനുഷ്യൻ രക്ഷിക്കുന്നത്. തന്നെയുമല്ല, അദ്ദേഹം ഈ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അയാൾ വീട്ടിനകത്തേക്ക് കയറിയത്, ഓട് പൊളിച്ചാണോ എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നുണ്ട്. അത് എല്ലാവർക്കും സാധിക്കില്ല. അങ്ങനെയൊന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കാതെ. അമ്മയെ കൊന്ന് കുഞ്ഞുമായി ഒളിച്ചിരുന്ന പ്രതിയെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതി വീടിന് സമീപത്തെ പറമ്പിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ, അതൊരു കടക്കെട്ടിടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, അതിന് മുകളിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് കുഞ്ഞിനെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുവരുന്നത് കാണാനും സാധിക്കുന്നുണ്ട്. പ്രതിയുടെ കയ്യിൽ ഒരു ആയുധം, ഒരുപക്ഷെ ആ യുവതിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായിരിക്കണം അത്. ആയുധം ഉൾപ്പെടെ കാണാനാകുന്നുണ്ട്. ആ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പ്രതി ചെയ്യുന്നത്. പിന്നീട് പോലീസ് എത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു പ്രതി. ഇവിടെ ഏതിലൊക്കെ ഓട് പൊളിച്ചിട്ടാണോ വീടിന്റെ ഉള്ളിലേക്ക് കയറിയത് എന്ന് ഉൾപ്പെടെ രക്ഷപ്പെടുത്തിയ ആൾ ചോദിക്കുന്നുണ്ട് കുഞ്ഞിനോട്. കുഞ്ഞാകെ ഭയന്നു പോയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു പോലീസ് ചെയ്തത്. കുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തി. വടിവാളുമായിട്ടായിരുന്നു ആ പ്രതി ആ കെട്ടിടത്തിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നത്. വിഭ്രാന്തി കാണിക്കുന്നുണ്ടായിരുന്നു. ആഷിക്ക് സാഹസികമായി തന്നെയാണ് രക്ഷപ്പെടുത്തിയത് എന്ന് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. ബെല്ലിൽ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. നേരെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഒരു കാപ്പിത്തോട്ടത്തിലെ ഷെഡിലാണ് ഇന്ന് ഈ കുട്ടിയുമായി ദിലീഷ് താമസിച്ചത്. ഈ സൂചിപ്പിച്ചതുപോലെ ഈ ഓട് പൊളിച്ചാണ് ഈ വീട്ടിലേക്ക്, ഈ ഷെഡിലേക്ക് കടന്നിട്ടുള്ളത്. ഈ ഷെഡിന്റെ പൂട്ട് പൊളിച്ചിട്ടില്ലായിരുന്നു. തുടർന്ന് രാവിലെ തുറന്നു നോക്കിയപ്പോഴാണ് ഈ പ്രതി ദിലീഷ് വടിവാളുമായി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടത്. തുടർന്നാണ് പോലീസിനെ അടക്കം അറിയിച്ച് ഈ കുട്ടിയെ രക്ഷപ്പെടുന്നത്. ആ സമയം ദിലീഷ് ഈ വടിവാളുമായി ഈ ഷെഡിന് മുകളിൽ കയറി ഭീഷണിപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തുടർന്ന് പോലീസ് 9 വയസ്സിലെ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് അടക്കമെത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി അടക്കമെത്തി ആണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്താണ് ഈ കൊലപാതകത്തിന് പ്രേരണയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പോലീസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഇന്നലെ രാത്രി ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ ദിലീഷും പ്രവീണയും 2 മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രവീണയ്ക്ക് പുറമെ മകൾ 14 വയസ്സുള്ള മകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ മകളെ ഇന്നലെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം തന്നെ ഈ മകളെ കാണാതെ 9 വയസ്സുള്ള മകളെ കാണാതായതാണ് വലിയ ആശങ്കയ്ക്കിടയാക്കിയത്. തുടർന്ന് ഏകദേശം ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന രാവിലെ 10 മണി വരെ നീണ്ടു. ആ പരിശോധനയിലാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ ഒരു പ്രതിയെയും ഈ മകളെയും കണ്ടെത്തുന്നത്. എന്തായാലും ആശ്വാസകരമായ കാര്യം, മകൾക്ക് പ്രത്യേകിച്ച് പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. വലിയ ഭയപ്പാടിലാണ് കുട്ടി എന്നുള്ള ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. വലിയ ഭയപ്പാട് ആ കുട്ടിയുടെ മുഖത്ത് തന്നെ ദൃശ്യമാണ്. അത് ഒരുപക്ഷെ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും ചെറിയ പിടികൂടി എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇനി നേരത്തെ സൂചിപ്പിച്ചത് എന്താണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് അറിയേണ്ടത്. അത് എന്താണ് കാരണം? ഇവർ തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ആ വീഡിയോയിൽ തന്നെ ചില സമയത്ത് പോലീസുകാർ ചോദിക്കുന്നത് എന്താണ് ഈ കൊലപാതകം നടത്താൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്നൊരു കാര്യം ഈ ദിലീഷ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദിലീഷിന്റെ വാക്കുകളിൽ ചില അവ്യക്തതകളുണ്ട്. കാരണം ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ ചെറിയ മാനസിക വിഭ്രാന്തി അടക്കം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഈ ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടാണ് ഈ പോലീസ് ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും അല്പസമയത്തിന് ശേഷം നമുക്ക് പുറത്തെത്തി ഈ പ്രതിയെ കാണിക്കുന്നതോടൊപ്പം എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ ക്രൂരകൃത്യത്തിന് കാരണം എന്നുള്ള കാര്യം ജില്ലാ പോലീസ് മേധാവി തന്നെ വിശദീകരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പോലീസ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. തിരുനെല്ലി സ്റ്റേഷനിലാണ് ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നത്. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചിരിക്കുകയാണ്. പ്രതിയെ കീഴ്പ്പെടുത്തി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്ന കുഞ്ഞാകെ ഭയന്ന് ഇരണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒരാൾ ചേർത്ത് പിടിച്ച
കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. വടിവാളുമായിട്ടാണ് അതായത് ഈ കുഞ്ഞിന്റെ അമ്മയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാളുമായിട്ടായിരുന്നു ആ പ്രതി അവിടെ ചുറ്റുകയും ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഷിക്ക് ഈ കൊലപാതകത്തിന്റെ മോട്ടോ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ വ്യക്തിയും ഈ കുടുംബവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പം ബന്ധം ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇയാൾ അകത്ത് കയറിയത്? വീടിന്റെ ഓട് പൊളിച്ചാണ് അകത്ത് കയറിയത് എന്ന ആ വ്യക്തി ഇപ്പോൾ ആ ചുവന്ന റെയിൻകോട്ട് ഇട്ട ആൾ സംസാരിക്കുന്നതിലൂടെ കേൾക്കാനാകുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ഇതില് ഈ പ്രവീണയുടെ ആൺസുഹൃത്താണ് ഈ ദിലീഷ് എന്ന് പറയുന്നത്. ഈ പ്രവീണ ഭർത്താവിൽ നിന്ന് മാറി കുറച്ചു കാലമായി മാറി താമസിക്കുകയായിരുന്നു. ഈ ദിലീഷിന്റെ കൂടെ കുറച്ചു കാലമായി ഈ അപ്പപ്പാറയിലാണ് താമസം. അതിനിടയിലാണ് ഈ ക്രൂരകൃത്യം നടക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ പോലീസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ആകെ 4 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ മകളാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. 14 വയസ്സുള്ള മകൾ. ആ മകൾ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ ആശുപത്രിയിൽ ഇന്നലെ ചികിത്സയിലായിരുന്നു. അപ്പോൾ മകളാണെന്ന് കാര്യം പറയേണ്ടത്. ഇല്ലെങ്കിൽ ദിലീഷാണ് കാര്യം വ്യക്തമാക്കേണ്ടത്. എന്താണ് ഈ ഒരു കൃത്യത്തിന് കാരണം എന്നുള്ളത്. പിന്നെ ചോദിച്ചതുപോലെ ഈ വീടിനോട് സമീപത്തുള്ള ഏകദേശം 500 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഷെഡ് ഉള്ളത്. ഒരു കാപ്പിത്തോട്ടത്തിലാണ്. ആ ഷെഡ് പൊളിക്കാതെ അതിന് കൂട്ട് പൊളിക്കാതെ ഇതിന്റെ മുകളിൽ ഓട് പൊളിച്ചുകൊണ്ടാണ് ഈ പ്രതി അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഓട് തകർത്തുകൊണ്ട് അകത്ത് കയറുകയും തുടർന്ന് രാവിലെ 10 മണി വരെ ഈ വീട്ടിനുള്ളിൽ പൂർണ്ണമായും താമസിക്കുകയായിരുന്നു. തുടർന്നാണ് രാവിലെ ഈ കൂട്ട് പൊളിച്ച സമയത്ത് കത്തിയുമായി നിൽക്കുന്ന ഈ വടിവാളുമായി നിൽക്കുന്ന ദിലീഷിനെ അവിടെയുള്ള ഒരു വ്യക്തി കാണുകയും തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത്. ആ വടിവാളുമായി തന്നെയാണ് ഇന്നലെ ഒരുപക്ഷെ ഈ പ്രവീണെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ആ വടിവാളുമായി തന്നെ ഈ 9 വയസ്സുള്ള മകളെയും കൂട്ടി ഈ ഷെഡിൽ ചെന്ന് രാവിലെ 10 മണി വരെ ഈ പ്രതി അവിടെ താമസിച്ചു. തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എന്താണ് കൃത്യത്തിന് ഈ കൊലപാതകത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അറിയേണ്ടത്. അത് ഒരു നിലവിൽ പോലീസ് സൂചന തരുന്നില്ല. ചില അസ്വാരസ്യങ്ങൾ പ്രവീണമായി ഉണ്ടെന്നുള്ള കാര്യം ആ വീഡിയോയിൽ തന്നെ പല സമയങ്ങളായി പ്രതി പറയുന്നുണ്ട്. പ്രതി പല ചില മാനസികാസ്വാസ്യം പോലും പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ മധ്യലേഖയിലോ മറ്റോ ആയിരുന്നിരിക്കാം ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് കടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം അത്തരത്തിൽ വലിയ രീതിയിൽ മാനസികാസ്വാസ്യം പലതരത്തിലുള്ള ഉത്തരങ്ങൾ അദ്ദേഹം പറയുന്നത്. ഈ പ്രവീണുമായി വാക്കുതർക്കം ഉണ്ടായ കാര്യമാണ് മാത്രമാണ് നിലവിൽ ആ പ്രതിയുടേതായി നമുക്ക് ഒരു കാര്യമായി പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം പോലീസ് തന്നെയാണ് വിശദീകരിക്കേണ്ടത്. കാരണം ഈ ഭർത്താവുമായി അകന്നത് ഇവർ ഈ സുഹൃത്തിന്റെ കൂടെ ആണ് അവർക്ക് അല്പകാലമായി താമസിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രതിയടക്കം നമുക്ക് മാധ്യമങ്ങളിൽ മുന്നിൽ കാണിക്കുന്ന ശേഷം എന്താണ് സംഭവിച്ചത്, എന്താണ് കൃത്യം കാരണം എന്നുള്ള കാര്യം ജില്ലാ പോലീസ് മേധാവി തന്നെ നമ്മൾ വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിനയ് ആഷിക, ഓക്കെ, അത് എസ് പിയുടെ പ്രതികരണം വന്നോട്ടെ. അതിനു മുൻപ് അറിയേണ്ട ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ മറ്റൊരു കുട്ടിയുടെ പ്രവീണയുടെ മറ്റൊരു കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണല്ലോ, ചെവിക്ക് ഉൾപ്പെടെ പരിക്കേറ്റു എന്നാണല്ലോ ആഷിക്ക് റിപ്പോർട്ട് ചെയ്തത്. ആ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? എവിടെയാണ് ആ കുട്ടി ചികിത്സയിലുള്ളത്? ഈ കുട്ടിയെ ആദ്യഘട്ടത്തിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. ശേഷം കൽപ്പറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നു. ഈ കുട്ടിക്ക് ചെവിക്കും അതുപോലെ കഴുത്തിനുമാണ് പരിക്കേറ്റുള്ളത്. പക്ഷേ ആ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ ശേഷം ഒരു CT സ്കാൻ എടുത്ത ശേഷം കുട്ടിയെ പറഞ്ഞു വിട്ടു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നമ്മളോട് പറയുന്നത്. എന്തായാലും ആ കുട്ടിക്ക് പരിക്ക് ഗുരുതരമല്ല. ആ കുട്ടിയെ ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് കുട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. ആ കുട്ടിക്ക് പരിക്കില്ല. ഈ അമ്മയ്ക്കാണ് കാര്യമായി പരിക്കേറ്റിട്ടുള്ളത്. ഒരുപക്ഷെ ഈ കുട്ടി അമ്മയെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ പോയ സമയത്തായിരിക്കാം ഈ ദിലീഷ് ഈ കുട്ടിയെ ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലാണ് ഈ കഴുത്തിനും ചെവിക്കും പരിക്കേറ്റത്. പക്ഷേ അത് ഗുരുതരമല്ല. നേരത്തെ സൂചിപ്പിച്ച മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആദ്യഘട്ടത്തിൽ കാണിച്ച ശേഷം ഈ കൽപ്പറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ച് അവിടെ നിന്ന് CT സ്കാൻ എടുത്ത ശേഷം അവരെ തിരിച്ചുവിട്ടു എന്നാണ് ഇപ്പോൾ പോലീസ്. സ്വന്തം മാതാപിതാക്കളോടൊപ്പമല്ലാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ സർക്കാർ തലത്തിൽ കൃത്യമായ രൂപത്തിൽ അവർ സുരക്ഷിതരാണോ എന്നറിയാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. ഇതുപോലെ ചില സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് രണ്ടാനച്ഛൻ, രണ്ടാനമ്മ, അതല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, അതല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്, ഇവരുടെയൊക്കെ ക്രൂരമർദ്ദനങ്ങൾക്ക് മക്കൾ ഇരയാകുന്നു എന്ന വാർത്ത നമ്മൾ കാണുന്നത്. 2 ദിവസത്തിന് മുമ്പാണ് അച്ഛൻ്റെ അനുജൻ ജ്യേഷ്ഠന്റെ കുഞ്ഞിനെ ക്രൂരമായി ബലാത്കാരം ചെയ്ത് ഒടുവിൽ അതിൻ്റെ അമ്മ തന്നെ അതിനെ വെള്ളത്തിൽ എറിഞ്ഞു കൊന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് ദിനേന നടക്കുന്നത്. നന്ദി.